യത്പാദാംബുജരേണുനാ മുനിസതീ മുക്തിം ഗതായന്മഹാപുണ്യം പാതകനാശനേ ത്രിജഗതാ ഭാതിസ്മൃതാ പാവനി സ്മൃത്വാ രാഘവമപ്രമേയമമലം പൂർണേന്ദുമന്ദസ്മിതം തം രാമം സരസീരുഭാക്ഷമമലം സീതാസമേതം ഭജേ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രാവണന്റെ ഈ കോപത്തോടുകൂടിയില്ലേ ഇരുത്താണ്. കണ്ണൊക്കെ അവൻ ചുവന്നിട്ടുണ്ട് ദേഷ്യം വന്നിട്ട്. അവര് പറയുന്ന ഇവൻ ഇവിടെ രാത്രി വന്ന് ഇവൻ ചെറിയൊരാളൊന്നല്ല, ഇവൻ ഗംഭീരനാണ്. ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ രാക്ഷസ സ്ത്രീകൾ, അതുകൊണ്ട് നിങ്ങള് കുറെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ട് 100,000 വീരന്മാർ ഒന്നും രണ്ടും പോയാ പോരാ എന്ന് പറഞ്ഞിട്ട് കുറേ എത്ര 100,000 വീരന്മാരായ രാക്ഷസന്മാര് വന്നു. ഗംഭീരായിട്ടൊരു അട്ടഹാസം അവരെ കണ്ടിട്ടാകുമ്പോ. ആര്? നമ്മുടെ ആഞ്ജനേയ സ്വാമി. അവരിപ്പോ ബോധം കെട്ട് വീണുപോയി. എന്നിട്ട് പിന്നെയും എണ്ണിച്ചു വന്നു. അന്നേരം ഒരുപാട് അസ്ത്രശസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു. അപ്പൊ നമ്മുടെ കവീന്ദ്രൻ എന്ത് ചെയ്തു? ഉയർന്നിട്ട് എല്ലാണ്ണത്തിനെയും അടിച്ചു, കുറേ എണ്ണത്തിനും അടിച്ചു കൊല്ലുന്ന കണ്ടിട്ട് രാവണൻ പറഞ്ഞു, പോയെ അതിഗംഭീരന്മാരായ ആൾക്കാര് പോയിട്ട് 5 ആള് പോണം. 5 ആള് വേണം. ഇപ്പൊ കുറെ 100,000 ആളാ പോയിന്. ഇപ്പൊ 5 ആളുണ്ട് സേനാധിപന്മാര്. അങ്ങനെ 5 സേനാധിപന്മാര് വന്നു. അവർക്ക് കിട്ടി നല്ല വാങ്ങല്. പറഞ്ഞു, നിന്റെ അത്ഭുതാണല്ലോ നിന്റെ ഈ ശരീര ശക്തി. പഞ്ചസേനാധിപന്റെ 5 സേനാപതിമാരും മരിച്ചു. ഇവനെ പിടിച്ചു കെട്ടിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടോ. ആ കൊണ്ടുവരുന്ന ആയാലും അവർക്ക് പാരിതോഷികവും കൊടുക്കുന്നതാണ്. മന്ത്രിപുത്രന്മാര് പോയിക്കോ. 5 മന്ത്രിപുത്രന്മാര് വന്നു. അതും ഇതും ആയുധങ്ങളൊക്കെ എടുത്ത് മന്ത്രിപുത്രന്മാര് വന്നിട്ടാകുമ്പം ഇദ്ദേഹം എന്ത് ചെയ്തു? അലർന്നിട്ട് അവര് അസ്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി. എല്ലെണ്ണത്തിനും കൊന്നു. ഒരു ഇട്ടിക്കട്ട പോലത്തെ ഒരു ഇടി കൊടുത്തിട്ട് എല്ലെണ്ണത്തിനും അവരെ കൊന്നു. അന്നേരം 7 ആളും പിന്നെ അവരെ സൈന്യങ്ങളും വന്നു. 7 ആളെ അവരെ സൈന്യങ്ങളും കൊന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടാകുമ്പോ ദശമുഖന് നല്ലോണം പേടിയും വന്നു, ഭയവും വന്നു, എല്ലാം ഇനി എന്ത് ചെയ്യാ? ഇനി ഇവനോട് ജയിക്കാൻ ആരും ഇല്ലേപ്പാ എന്ന് വിചാരിച്ച് തളർന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും ഇളയ മകനായ അക്ഷകുമാരൻ എന്നിട്ട് പറഞ്ഞു, എന്തിനച്ചാ ഇങ്ങനെ പേടിക്കുന്നത്? അയ്യോ, ഒരു വീരന്മാർക്ക് ചേർന്നതല്ല ഇങ്ങനെ പേടിക്കുന്നത്. ഞാൻ പോയിട്ട് അവനെ പിടിച്ചു കെട്ടിയിട്ട് കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ കണ്ടുവല്ലോ അക്ഷകുമാരനെ കാണുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞാല് താഴെ ഇറങ്ങിയിട്ട് ഒരൊറ്റ അടി. ഈ പാവം അക്ഷകുമാരൻ 10 പിച്ചിലേക്ക് തന്നെ എത്തി. അത് കേട്ടിട്ടാകുമ്പോ രാവണന് വന്ന സങ്കടം പറഞ്ഞറിയിക്കാനാവുന്നില്ല. മറ്റേ ഏട്ടനോട് പറഞ്ഞു, പ്രിയ തന്നെ യശുണുവചനമിഹതവ സഹോദരൻ പ്രേതാധിപാലയം പൊക്കതു കേട്ടീലേ. മമ സുതനെ രണശിരസി കൊന്ന കവീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിനയച്ചിടുവാൻ ത്വരിതമഹമതുലബലമോടു പോയിടുവൻ. തൊൽക്കനിഷ്ഠോതകം പിന്നെ നൽകിയിടുവൻ. ഇത് ജനകവചനമലിവോട് കേട്ടാതരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ. ഇന്ദ്രജിത്തിനോട് പറഞ്ഞു, മോനെ കേട്ടില്ലേ കാര്യങ്ങളൊക്കെ? എൻ്റെ അനിയനെ കൊന്നു. അത്ര സുന്ദരനായിരുന്നു, അത്ര ശക്തനായിരുന്നു. അവനെ കൊന്നു. അവൻ പോയി അന്തകൻ്റെ അടുത്തേക്ക് എത്തി. ഞാൻ പോയിട്ട് അവനെ കൊന്നിട്ട്, എൻ്റെ മോനെ കൊന്നിട്ട് ആ ഉദക എന്നിട്ട് അതിന് ശേഷം എൻ്റെ മോനെ ഉദകക്രിയ ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ പോയിട്ട് കാര്യം എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു,
ത്യജമനസി ജനക തവ ശോകം മഹാമതി, തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതനവനതിനില്ല സംശയം, മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ ഭയമിവനു മരണകൃതമില്ലെന്നു കാണിൽ ഞാൻ. ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവനതലമഖിലമരവിന്ദോത്ഭവാദിയ പൂർവദേവാരികൾ തന്ന വരത്തിനാൽ പരമധനമപിയുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം. അയ്യയ്യോ, കഷ്ടം കഷ്ടം കഷ്ടം. അച്ഛൻ സങ്കടപ്പെടണ്ടാ, ഇവനിപ്പം മരിക്കാരായിട്ട് വന്നതാ നിർത്തേക്ക് നമ്മുടെ ലങ്കയിലേക്ക്. അല്ലാതെ കുറച്ച് മരണഭയം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുമോ? ഞാൻ അവനെ കൊന്നിട്ട് വരാം. അഥവാ എനിക്ക് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് പിടിച്ചു കെട്ടിയിട്ട് കൊണ്ടുവരും. കഷ്ടായിപ്പോയി ഇവന്റെ സ്വഭാവം ഏതായാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരും അച്ഛൻ്റെ മുമ്പിലേക്ക് എന്ന് പറഞ്ഞു. അച്ഛൻ സങ്കടപ്പെടണ്ട, എന്നെ മനസ്സിലാക്കിക്കോ അച്ഛൻ, ഞാൻ ഗംഭീരനല്ലേ അച്ഛൻ്റെ മോൻ എന്നും പറഞ്ഞിട്ടാണ് പോന്നത്. രഥകവച വിശിഖധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ജേതുമാശു ചെന്നീടിന ഗരുഡനിഭനധഗനമുൽപ്പതിച്ചിടിനാൻ. ഗർജനപൂർവകം മാരുതി വീര്യവൻ ബഹുമതിയുമകതളിൽ വന്നു പരസ്പരം. ബാഹുബല വീരവേഗങ്ങൾ കൺകയാൽ പവനസുത ശിരസി ശരമഞ്ചു കൊണ്ടെയ്തിരു പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ. അധസപതി ഹൃദി വിശിഖമിട്ടു കൊണ്ടെയ്തു മറ്റാറാറു ബാണം പദങ്ങളിലും തഥാ ശിതവിശിഖമധികതരമൊന്നു വാൽമേലെയ്തു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ. തദന് കപിതു കുലതിലകനമ്പു കൊണ്ടാർത്തനായി തംഭേന സൂതനെ കൊന്നിതു സത്വരം. ഗംഭീരായി, രണ്ടാളും ഒരേ തുല്യ ബലവാന്മാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആയുധമൊന്നുമില്ലല്ലോ, ആയുധം കല്ലും മരങ്ങളൊക്കെ തന്നെ അല്ലേ. ഒരട്ടഹാസം കൊടുക്കുന്നു, എന്താന്ന് പ്രപഞ്ചല കുലിക്കുന്നു. അങ്ങനെ ഒരു ക്ഷീണം പിടിച്ചുപോയി. എത്രയോ 1000 അമ്പുകൾ ശരീരത്തിലൊന്ന് കൊള്ളുമ്പം ക്ഷീണം പിടിക്കൂലേ. എന്നിട്ട് വേഗം എന്ത് ചെയ്തു വെച്ചാൽ സൂതനെ കൊന്നു, തേരും പൊടിയാക്കി. എന്നിട്ട് താഴെ ഇറങ്ങിയിട്ട് വേഗം വേറൊരു രഥത്തിൽ കയറി. അവര് മായാവികൾക്ക് രഥം എത്ര വേണമെങ്കിലും അടുത്തടുത്ത് കിട്ടുമല്ലോ. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ രോമം പോലും, ഒരു രോമം 4ആയിട്ട് കയറി, അത്രയും അമ്പ് കൊണ്ടുപോയി. എന്നിട്ട് ഒന്നുമില്ല, ശരീരത്തിനൊന്നും ഇതെല്ലാം കൊണ്ടാലും മനസ്സിനോ ശക്തിക്കൊന്നും കുറവൊന്നുമില്ല. അപ്പം എന്ത് ചെയ്തു പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം ചെയ്തു. അപ്പം ഒന്ന് തൊഴുതിട്ട് അതിനെ ബഹുമാനിക്കണ്ടേ, അതെല്ലാം അറിയാലോ. അറിയാത്തതായിട്ട് എന്താ ഉള്ളത്? ബ്രഹ്മാസ്ത്രം വരുന്നത് കാണുമ്പോൾ അതിനെ തൊഴുതിട്ട് നിലത്ത് വീണ് കൊടുത്തു. കെട്ടിയിട്ട് മുമ്പിൽ കൊണ്ടുവച്ചു. ഒരു പേടയും മനസ്സിന് ഒറ്റ സങ്കടം ഒരു വിഷമം ഇദ്ദേഹത്തിനില്ല. പണ്ട് ദേവന്മാർ വരം കൊടുത്തിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, ഈ രാമനാമം ജപിക്കുന്നവർക്ക് എന്താണ് പിന്നെ പേടിക്കാനുള്ളത്? ഒന്നും പേടിക്കാനില്ല. അങ്ങനെ ആ ഭഗവാന്റെ തൃപ്പാദം മനസ്സിൽ വെച്ച് എനക്ക് എന്തെന്ന് സംഭവിക്കല് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടെ പോയി കെട്ടിയിട്ട് കൊണ്ടുപോയല്ലോ. വിറകും കിട്ടും കൊണ്ടുവന്നാലും വലിച്ച് തലയിൽ വെച്ചിട്ട് കൊണ്ടുപോയി. കിടന്നു. എല്ലാവരും വന്നിട്ട് നോക്കുന്നു, കെട്ടിയത് വന്നിട്ട് നോക്കുന്നു. അരി രാക്ഷസന്മാരെല്ലാം. ആ സമയത്തുണ്ടല്ലോ ഒരു വലുതാവല്. അവരെ മാത്രം വേർപെട്ടു പോയി. ഒരു സങ്കടമില്ല താനും. എന്നാൽ കെട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. കുറച്ച് ബന്ധനം വേർപെട്ടിട്ടുണ്ടെങ്കിലും കെട്ടിൽപ്പെട്ടിട്ടാ ഇല്ലതെന്നുള്ള ഭാവത്തിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നിശ്ചല ഒന്നുമില്ല, ഇങ്ങനെ അനങ്ങാതെ കടന്നു കൊടുത്തു. അങ്ങനെയാണ് കൊണ്ടുപോയിട്ട് ഈ രാവണന്റെ മുമ്പിൽ വെച്ചു കൊടുത്തത്.
അനിലജന് നിശിചരകുലാധിപൻ മുമ്പിൽ വെച്ച അതിഥേയാതിപാരാതി ചൊല്ലിയിടിനൻ. അമിത നിശിചരവരതിരണ ശിരസി കൊന്നവനാശു വിരിഞ്ചാത്ര ബദ്ധനായിടിനൻ. ജനക തവ മനസ്സി സജീവന്മാരുമായി നിച്ചമ്മേ വിചാര്യകാര്യം നീ വിധീയത. പ്ലവകപുരവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തരൻ. കെട്ടിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഡാ അച്ഛ ഇനി എന്താ വേണ്ട വെച്ചാല് ആലോചിച്ചോളൂ അച്ഛൻ. സാധാരണക്കാരനല്ല കേട്ടോ, ഗംഭീരപ്പെട്ടനാണിവൻ എന്നും പറഞ്ഞു. എന്നിട്ട് പ്രവർത്തനോട് പറഞ്ഞു, ഒന്ന് ചോദിക്ക്. രാജാക്കന്മാർ നീ നേരിട്ട് ചോദിക്കൂല, ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കലാണ്. ചോദിക്ക്, ഇവൻ എന്തിനാ വന്നി, ഇവൻ ആരാണ്, ഇവനോട് വരാനുള്ള കാരണമൊക്കെ ചോദിക്കെന്ന് പറഞ്ഞു. ഇവന്റെ ഉദ്യാനമൊക്കെ തകർക്കാനുള്ള കാരണം എന്താണ്, ആരുടെ ദൂതനാണിവൻ എന്നൊക്കെ പ്രഹസ്തനോട് പറഞ്ഞയച്ചു, ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ പ്രഹസ്തം ചോദിച്ചു, കുറച്ച് വിനയത്തോടുകൂടെ തന്നെ, ആരാണങ്ങ്, അങ്ങ് എവിടുന്ന് വരുന്നത്, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. കാര്യങ്ങളൊക്കെ ശരിയായിട്ട് പറഞ്ഞാൽ അഴിച്ചു വിടാമെന്ന് പറഞ്ഞു. പേടിക്കൊന്നും വേണ്ട, ഒട്ടും പേടിക്കണ്ടത്. ബ്രഹ്മാവിന്റെ ആ സഭയില്ല, അതുപോലത്തെ സഭയാണിത്, കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഒരു കളവ് പറയലും ഒരു അധർമ്മമൊന്നും ഇവിടെ ഉണ്ടാവില്ല, ലങ്കേശ രാജ്യത്തിൽ ഉണ്ടാവൂല. അതൊക്കെ കേട്ടിട്ട് പറഞ്ഞു. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മന്ദഹാസത്തോടുകൂടെ പറഞ്ഞു, സ്ഫുടവചനമതിവിശതമിതി ശൃണു ജളപ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാൻ അറിക നീ. ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജകുലപതി ശയനൻ അമലൻ അഖിലേശ്വരൻ പൂർവദേവാരാതി ഭുക്തി മുക്തിപ്രദൻ പുരമഥന ഹൃദയമണി നിലയന നിവാസിയാം ഭൂദേശസേവിതൻ ഭൂത പഞ്ചാത്മകൻ ഭുജകുലരിപുമണിരഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ നിജജനകവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിന് പുറപ്പെട്ടു. ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടീലെ തവ മരണമിക വരുവതിനൊരു കാരണം. താമരസോത്ഭവ കൽപ്പിതം കേവലം തദനു ദശരഥ തനയനും മതങ്കാശ്രമീ താപേന തമ്പിയുമായി ഗമിച്ചിടിനൻ. തപന തനയനോട് അനല സാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനയൊരു ബാണേന കൊന്നുടനർക്കാത്മജന് കിഷ്കിന്ധയും നൽകിന. അടിമലരിൽ അവനമനമഴകിനോടു ചെയ്തവൻ ആധിപത്യം കൊടുത്താധി തീർത്തിയിടിനാൻ. അതിനവനും അവന് തനയന്വേഷണത്തിനായാശകൾ തോറും ഏകൈക 100,000 പ്ലവകകുല പരിവൃഢരെ ലഘുതരമയച്ചതിലേഖനഹമിഹ വന്നു കണ്ടീടിനേ. കാര്യങ്ങൾ പറഞ്ഞു, പേടിക്കാനില്ല എന്നൊക്കെ പ്രഹസ്തം പറയുന്ന സമയത്ത് പറഞ്ഞു. ഇത് പറഞ്ഞു, ഞാൻ പൂജ്യനായ പരമപുരുഷന്റെ ദൂതനാണ് ഞാൻ. എൻ്റെ ഭഗവാനാരി ഭുവനപതിയാണ്, എൻ്റെ ഭർത്താവ്, എൻ്റെ പതിയാണ്, പുരന്തരൻ, പൂജിക്കുന്ന ആളാണ്, പുണ്യപുരുഷനാണ്, പുരുഷോത്തമനാണ്. അത് വൈകുണ്ഠവാസിയായ ശ്രീനാരായണനാണ് ശ്രീരാമനായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി കാനനത്തിന് വന്ന സമയത്ത് നീ കട്ടുകൊണ്ടുവന്നിട്ടില്ലേ എൻ്റെ ഭഗവാൻ, എൻ്റെ ഭഗവാന്റെ പത്നിനെ കട്ടുകൊണ്ടുവന്നിട്ടില്ലേ നീ, ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ. എനിക്കിപ്പം മരണം വന്നു അടുത്തു, അതന്നെ. പിന്നെ അവര് മതങ്കാശ്രമത്തിലൂടെ നടക്കുന്ന സമയത്ത് അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബാലിനെ ഒരു അമ്പ് കൊണ്ട് കൊന്നിട്ട് അനിയനായ സുഗ്രീവന് കിഷ്കിന്ധ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആണ്
സുഗ്രീവൻ പറഞ്ഞിട്ടുണ്ട് സീതാദേവിനെ അന്വേഷിച്ച് കൊണ്ടുതരാൻ പ്രഭു, സങ്കടം തീർക്കണേ എന്ന് പറഞ്ഞത് കൊണ്ട് ആൾക്കാരിങ്ങനെ നൂറായിരം ഈ വാനരന്മാർ ഓരോരോ ഭാഗത്തേക്ക് അയച്ചതില് ഒരാളിതാ ഞാൻ നിന്നെ വന്നിട്ട് കണ്ടു. ഒരൊന്നുമില്ല. വനജ വിടവികളയുടനുടനിക തകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭോ. അത് വാനരന്മാരെ സ്വഭാവമാണ് ഇത്. ഇങ്ങനെ ഇതൊക്കെ കണ്ടാല് തച്ച് തകർക്കുന്നൊരു സ്വഭാവം. പിന്നെയോ ഇതിൻ്റെ മന്ത്രികളെയും മന്ത്രിപുത്രന്മാരെ അവരുടെ സേനാപതികളെയൊക്കെ വധിച്ചത് എന്തിനു വെച്ചാൽ എന്നെ വധിക്കാമെന്നത് കൊണ്ട് തന്നെ. ആർക്കാന്ന് മരണഭയം ഇല്ലാത്തത്? അങ്ങനെ ഒരു ജന്തുക്കളുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ അവരെല്ലാം കൊന്നത്. എല്ലാവർക്കും അവരവരുടെ ശരീരം പ്രിയം തന്നെയാണ്. തവ തന്നെയ കരകളിത വിധി വിശിഖ ഭാഷേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാൽക്ഷണം കമലഭവമുഖസുരവരപ്രഭാവേന മേ കായത്തിനേതുമേ പീഡയുണ്ടായി വര പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെടാ ബദ്ധഭാവേന വന്നീടിനേനത്ര ഞാൻ. എനക്ക് മരണമൊന്നും വരൂല. ഞാൻ ചിരഞ്ജീവിയാണ്. നിന്റെ മോന്റെ കൂടെ നിന്റെ മുമ്പിലേക്ക് എനിക്ക് അങ്ങയുടെ മുമ്പിലേക്ക് എനിക്ക് വരണം. അപ്പൊ അങ്ങയുടെ പുത്രന്റെ കെട്ടില് പിടിച്ച് വന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഈ വിവരക്കേടില്ലവർക്ക് അവരജ്ഞാനം നീക്കേണ്ടതാണ് ബുദ്ധിയുള്ളവരുടെ സ്വഭാവം. അതാണ് ആദ്യം വേണ്ട. അതൊക്കെ ഞാൻ എനിക്ക് പറഞ്ഞുതരാം, ഉപദേശം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. ആ മോക്ഷത്തിന് വേണ്ടിയില്ല തത്വങ്ങൾ ഞാൻ അങ്ങേക്ക് ബുദ്ധി ഉപദേശിച്ചു തരാമെന്ന് പറഞ്ഞു. എന്താ അത്? മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവൻ മഗ്നനായിടൊല മോഹമഹാംബുധൗ തിര മനസ്സി ദശവദന രാക്ഷസിം ബുദ്ധിയെ ദേവീം ഗതി സമാശ്രയിച്ചിടു നീ. നിന്റെ രാക്ഷസ ബുദ്ധിയൊക്കെ കളഞ്ഞിട്ട് ഈശ്വര ബുദ്ധി, ഈശ്വരനിലേക്ക് ലയിക്കാനുള്ള ആ നല്ല ബുദ്ധി എടുക്ക. മറ്റതൊക്കെ സംസാരം ഉണ്ടാവുന്നതാണ്. അത് വേണ്ടാന്ന് വെച്ചിട്ട് നന്മയിലേക്ക് തിരിയണം. അത് ഞാൻ പറഞ്ഞു തരാം. ഈ രാക്ഷസ ഭാവം വേണ്ട. ധനുജ സുര മനുജ ഖഗമൃഗ ഭുജക ഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യച്ചിടു നീ. പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികെടോ. അമൃതമയൻ അജനമലൻ അദ്വയൻ ഔവേൻ ആനന്ദപൂർണൻ ഏകൻ പരൻ കേവലൻ നിരുപമനാമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിയമപരനിലയനൻ അനന്തനാദ്യൻ വിഭു നിത്യൻ നിരാകാരനാത്മാ പരബ്രഹ്മം ആരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ ആ ഭഗവാനാണ് പൂർണ്ണനായ ഭഗവാൻ. ഒന്നുമില്ല, നിർഗുണനാണ്, നിഷ്കളനാണ്, നിർമ്മമനാണ്, നിർമ്മലനാണ്. ഒന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അങ്ങനെ സച്ചിന്മയനായ ആ ഭഗവാൻ ജഗതഖില ജഗതിതം അനിത്യ. ഇതൻ ഈ ലോകെല്ലാം നിത്യമായി നിൽക്കുന്നില്ല, അനിത്യാന്ന്. ഒന്ന് ജനിക്കും ജനിക്കുക മരിക്കുക എന്തെന്ന് ഇതന്നല്ലേ. ഒരു ജന്തുവായിട്ട് ജനിച്ചാലേ പണി, മരിക്കുക, പിന്നെയും ജനിക്കുക, പിന്നെയും മരിക്കുക. അതുകൊണ്ട് ആ പരമഗതി, ആ സൽഗതി കിട്ടാൻ ഞാനൊരു ഉപദേശം പറഞ്ഞു തരാം. ആ ഹരിഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധാവും. ആ മനസ്സ് ഇതിലത്തെ എല്ലാ മാലിന്യങ്ങളും പുറത്തു പോയിട്ട് തത്വജ്ഞാനം ഉണ്ടാവും. ആ ഭഗവാന്റെ തത്വവും വിജ്ഞാനവും എല്ലാം മനസ്സിലിങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാല് തനിയെന്നെ ഈ ദുഷ്ടബുദ്ധിയൊക്കെ പോവും. രജനിചരവന ദഹനമന്താക്ഷരദ്വയം. ഈ രാക്ഷസ വംശം മുഴുവനും മുടിയുന്ന ഒരു പേരാണ് രാമ. രാമ
അത് രാമ 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 അതിങ്ങനെ ജപിക്ക്. ഭഗവാന്റെ പാദം ധ്യാനിക്ക്. അതൊക്കെ ചെയ്യുന്നൊരു പുരുഷനുണ്ടെങ്കിൽ ആണെങ്കിൽ അതൊക്കെ അത് ചെയ്യണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഭജ ഭവ ഭയാപഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധുമതന ചരണ സരസിജയുകളമാശു നീ മൗഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടീടടോ കുസൃതികളും ഇനി മനസ്സി കനിവോടു കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കൂ നീ പരധന കളത്ര മോഹേന നിത്യം വൃഥാ പാപമാർജിച്ചു കീഴ്പൊട്ടു വീണീടൊല നളിനദള നയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്തതം ശരണമിതി ചരണകമലേ പതിച്ചീടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ചടുതി ചെയ്തിരുന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ. പറഞ്ഞു കൊടുക്കുന്നു, ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. വൈകുണ്ഠലോകത്തിലേക്ക് പോകാനുള്ള വഴി നോക്ക്. ഈ മറ്റുള്ളവരുടെ പത്നിമാരെ ഒക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പാപം അർജുന് കീഴ്പോട്ട് വീഴണ്ട. ആ നളിന ആ ചെന്താമര കണ്ണനായ ഭഗവാനാ, ആ മാധവനാ, ആ നാരായണനാ, ആ ശരണാഗത വത്സലനാ, ആ പരമപുരുഷനാ. ഭക്തിവിശ്വാസനെ സേവിച്ചുകൊള്ളൂ. അതേ ഇതിന് ഒരു ഫലപ്രാപ്തി കിട്ടുള്ളൂ. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഭഗവാനുള്ള കാരുണ്യം ആർക്കും ഇല്ല. ആ രഘുപതിനെ മനസ്സിൽ കരുതിയാലേ ഒരു ജന്മം ഉണ്ടാവില്ലടോ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം സനകാദി മഹർഷിമാർ പറയുന്നത് ഞാൻ കേട്ടതാണ്. അവരുടെ വാക്കുകളാ ഇതൊക്കെ. ഇത് സത്യാണ്. അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഈ ആക്കിതെല്ലാം കേൾക്കാൻ കഴിയുക? ഈ രാവണന് ഇതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ രാവണന്റെ പരിപാടി എന്തായെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇപ്പോൾ എല്ലാം ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച് പൂർവം രാമ തപോവനാനിഗമനം ഹത്വാമൃതം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണനിധനം ഏതദ്യ രാമായണം.